നമസ്കാരം. രാജ്യം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി അതിൻ്റെ ഫലം പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പൊതുവേദിയിൽ വലിയ പ്രതികരണങ്ങൾക്ക് കൂടുതൽ ആളുകളുടെയൊക്കെ സാന്നിധ്യം ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെയാണ് അരമണിക്കൂർ എന്നുള്ളത് മാറ്റി ഇന്ന് 1 മണിക്കൂർ പ്രത്യേക പൊതുവേദിയാക്കുന്നത്. എന്തായാലും പൊതുവേദിയിലേക്ക് സ്വാഗതം. ചാർസോ പാർ എന്നുള്ള വലിയ മുദ്രാവാക്യവും ആത്മവിശ്വാസവും ഒക്കെ ആയിട്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയത്. BJPയുടെ കടുത്ത വിശ്വാസികൾ മാത്രമല്ല, പുറത്തുനിന്ന ആളുകളടക്കം ഈ 400 നേടിയില്ലെങ്കിലും 300-350 നേടുമായിരിക്കും എന്നൊരു പ്രതീതി അടക്കം സൃഷ്ടിക്കുവാൻ അന്ന് BJPക്ക് കഴിഞ്ഞിരുന്നു. എപ്പോഴും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ നേതാക്കൾ എല്ലായിടത്തും സംസാരിച്ചത്. 40 സീറ്റിന് വേണ്ടിയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്, ഞങ്ങൾ മത്സരിക്കുന്നത് 400 സീറ്റ് മറികടക്കാൻ വേണ്ടിയാണ് എന്ന മട്ടിലൊക്കെ അടക്കം പ്രചരണങ്ങൾ ഉണ്ടായെങ്കിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എക്സിറ്റ് പോളുകളെ പോലും കവച്ചു വെക്കുന്ന മുന്നേറ്റമാണ് ഉണ്ടായത്. തുടക്കഘട്ടത്തിൽ ഇന്ത്യ മുന്നണിക്ക് പോലും ഈ ആത്മവിശ്വാസമില്ലായിരുന്നു. ആത്മവിശ്വാസം എത്തിയപ്പോഴേക്കും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പകുതി ഘട്ടമെങ്കിലും കടന്നു പോവുകയും ചെയ്തിരുന്നു. മോദി ഇന്ത്യ ആകമാനം നടന്നുകൊണ്ട് പ്രസംഗിക്കുകയും റാലികൾ നടത്തുകയും എല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥയിലേക്ക് BJPക്ക് കഷ്ടിച്ച് സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്ന, ഘടകകക്ഷികളുടെ സഹായത്തോടു കൂടി മാത്രം സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വന്നത്? UP അടക്കം കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നത്? മോദി പ്രഭാവം രാജ്യത്ത് മങ്ങിയോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ആദ്യം വെള്ളമുണ്ടയിൽ നിന്നും ശ്രീ സൂപ്പിയാണ്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? മോദി പ്രഭാവം മങ്ങി എന്ന് തോന്നുന്നുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ അമിത ആവേശമായി പോയി നരേന്ദ്രമോദി. വ്യക്തിപരമായിട്ടുള്ള ആ ഇലക്ഷൻ കൂടുതൽ ഇതാണ് കൂടുതൽ പരാജയത്തിന് കാരണം. ഒന്നാമത്. രണ്ടാമത്, ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നായി കാണാൻ നരേന്ദ്രമോദി കഴിഞ്ഞിട്ടില്ല. ഒരേ ജനത എന്നുള്ള ഇതിനെ വകതിരിവ് കണ്ടതാണ് ഇവിടെ മൊത്തത്തില് ഇന്ത്യയിലെ ജനങ്ങള്. കേൾക്കുന്നു സാർ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ താങ്കൾ. പിന്നെ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നായി കാണേണ്ട കാലത്താണ് വകതിരിവ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ ഭരണം ഇനിയെങ്കിലും നരേന്ദ്രമോദി നന്നാക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇന്ത്യ മുന്നണി. ശരി, താങ്കളുടെ വാക്കുകൾ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. ആലത്തൂരിൽ നിന്നും ശ്രീ മോഹൻദാസ് ആണ്. ശ്രീ മോഹൻദാസ്, വലിയ വിജയം നേടുമെന്ന വലിയ ആത്മവിശ്വാസത്തിലോ അല്ലെങ്കിൽ ഒരു പരിധി കടന്ന ഒരു അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള വാക്കുകളിലും ഒക്കെ ആയിരുന്നു BJP നേതാക്കൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. 400 ഞങ്ങൾ മറികടക്കാൻ പോവുകയാണ് എന്ന മട്ടിലൊക്കെ. പക്ഷേ 400 പോയിട്ട് 300 പോലും 300 പാർ പോലും എത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിലും താഴെ കേവല ഭൂരിപക്ഷം പോലും ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്തൊരവസ്ഥയിലാണ് BJP വിജയിച്ചുവെങ്കിൽ പോലും ഈ മോദി പ്രഭാവം രാജ്യത്ത് മങ്ങിയോ? തീർച്ചയായിട്ടും അങ്ങനെ ഇതിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടല്ലേ, നമ്മളെ ഇന്ത്യയിലെ വോട്ടർമാര് പ്രബുദ്ധരായ വോട്ടർമാരാണ്. ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത് ഈ തെക്കേ ഇന്ത്യക്കാരൊക്കെ ഈ വടക്കേ ഇന്ത്യക്കാരെ അങ്ങനെ ഇവര് പിന്നാലെ ഈ ആട്ടിൻകുട്ടികളെ പോലെ പോകുന്ന വിചാരിച്ചത്. പക്ഷേ നല്ല തിരിച്ചറിയാണ് കൊടുത്തിരുന്നത്. പിന്നെ കേരളത്തിലേതുപോലെ കേരളത്തിലെന്ന് പറഞ്ഞാല് തൃശ്ശൂര് നല്ല ആത്മവിശ്വാസത്തോട് പ്രവർത്തിച്ചു. ഒരിക്കലും സുരേഷ് ഗോപി ജയിക്കുന്ന നമ്മളൊന്നും വിചാരിച്ചിട്ടില്ല. നമ്മൾ ഇതിന്റെ തൊട്ടടുത്താണല്ലോ. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പൊ നേരത്തെയുള്ള ചില ആൾക്കാർ നമ്മൾ പൊതുവേദിയിൽ തന്നെ പറഞ്ഞാൽ, ഞാൻ പറയാൻ പാടില്ലെങ്കിൽ പറയാം, 18 വാഴകളെ ഇവിടെ അയച്ചു തന്നു. ഈ വാഴകളെ ആരെ തെരഞ്ഞെടുത്ത് അയക്കുക? വാഴകൾ തന്നെയല്ലേ. അപ്പൊ അത് നമ്മുടെ ഈ വോട്ടർമാരോടുള്ള ഒരു ഇതാണ്. 1-2 ആൾക്കാരാണ് പറഞ്ഞിരുന്നത് 18 വാഴകളൊന്നും. ഇപ്പോഴും വീണ്ടും 18 വാഴകളായി. അപ്പൊ ഒരാള് വാഴയല്ല, ഒരാള് നമ്മൾ ആലത്തൂരിൽ നിന്നുള്ളത്, ഞാൻ ആലത്തൂരിൽ നിന്നാണല്ലോ വിളിക്കുന്നത്, അത് വാഴയല്ല. അത് അവർക്ക് നല്ല സ്വർണ്ണ താമരയായിരിക്കും ഇതൊക്കെ. ശരി, എന്തായാലും താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. നേരത്തെയൊക്കെ കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു മറുപടി എന്ന നിലയിൽ കൂടി നമുക്ക് അതിനെ കാണാൻ പോട്ടെ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. സുരേഷാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ സുരേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നരേന്ദ്രമോദിയുടെ ഒരു വലിയ പ്രഭാവം 2014-ലും 2019-ലും ഉണ്ടായിരുന്നു. BJPക്ക് മേലെയായിരുന്നു ആ പ്രഭാവം ഈ തെരഞ്ഞെടുപ്പിൽ മങ്ങിയോ? ഹലോ, നമസ്കാരം. സുരേഷ് അല്ലേ? അതെ, നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ സാർ. തീർച്ചയായിട്ടും അത് മങ്ങിയിട്ടുണ്ട്. കാരണം 2014-ലും അതോടൊപ്പം 2019-ലും ഒക്കെ അദ്ദേഹം നല്ല നേതൃനിരയിലേക്ക് തന്നെയാണ് വന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീഴ്ചകളായിരുന്നു. ഓരോ മതക്കാരെയും ആ തരത്തിലുള്ള
രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്തു. ഇനി കാണാൻ പോകുന്ന മോഡി, ഇന്നലെ തന്നെ മോഡി പറഞ്ഞത് ഞാൻ ജനവികാരത്തിനനുസരിച്ച് ഇനി പ്രവർത്തിക്കുമെന്നാണ്. അതായത് ഇത്രയും കാലം അദ്ദേഹം ഏകാധിപതിയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ പറയുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഹലോ സർ, കേൾക്കുന്നുണ്ടോ? ശരി, കേൾക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇനി ഞാൻ ജനഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതിനർത്ഥം അദ്ദേഹം ഇത്രയും നാൾ പ്രവർത്തിച്ചത് ഏകാധിപതിയെ പോലെ ആയിരുന്നു. ഇത്രയും നാൾ അദ്ദേഹത്തെ കാണാൻ ഘടകകക്ഷികൾ കൂട്ടാക്കിയെങ്കിൽ ഇനി ഘടകകക്ഷികൾക്ക് ഇദ്ദേഹത്തെ കാണേണ്ട ഗതികേടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാഹചര്യം മാറും. ശരി, ഓക്കെ, താങ്കളുടെ വാക്കുകൾ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. രതീഷാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ രതീഷ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? മോദി പ്രഭാവം മങ്ങിയെന്ന് തോന്നുന്നുണ്ടോ? നമസ്കാരം. ഒരിക്കലും മങ്ങിയിട്ടില്ല. പിന്നെ എന്താണ് ഈ 400 പാറൊക്കെ പറഞ്ഞ ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പോലും ലഭിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വീണുപോയത്? അതിന് കാരണം പറഞ്ഞാൽ ഈ സംഘപരിവാറിനെ ഒഴിവാക്കാൻ ശ്രമിച്ചതാണ് പറയുന്നത്. കാരണം അത് നമ്മളെല്ലാം കേട്ടതാണ്, പലയിടത്തും ന്യൂസിലും പറയുന്നുണ്ടത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു മോദി ഗ്യാരണ്ടി പറയാനും കാരണം അത് തന്നെയാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ ഭരണത്തിൽ മോദി ഗ്യാരണ്ടി പറഞ്ഞില്ല. മോദി ഗ്യാരണ്ടി പറയാൻ കാരണം തീർച്ചയായിട്ടും സംഘപരിവാറിനെ പോലുള്ളവരെ ഒഴിവാക്കാൻ ശ്രമിച്ചതാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. കാര്യം ഈ സംഘപരിവാറിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉയർന്നു വന്നത്. പക്ഷേ ഈ സംഘപരിവാരത്തിന്റെ അജണ്ടകളല്ലേ അദ്ദേഹം നടപ്പാക്കിയത് അപ്പാടെ? അല്ലാതെ ഒരു മോദി എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭരണം പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ നടപ്പാക്കുന്ന അജണ്ടകളല്ലല്ലോ. സംഘപരിവാരം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവും കാശ്മീരിന്റെ പ്രത്യേക പദവിയും അടക്കമുള്ള വിഷയങ്ങളിലെല്ലാം ആ അജണ്ടയല്ലേ CA അടക്കമുള്ള വിഷയത്തിലെല്ലാം നടപ്പാക്കിയത്? അല്ല, അത് CA അടക്കമുള്ളത് മുതിർന്ന നേതാക്കന്മാർ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. നമ്മുടെ ചാനലും പല ചാനലുകളും അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. CAക്കകത്ത് ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞ 3 രാജ്യങ്ങളുടെ കാര്യമാണ്. അവിടെ വരുന്ന ന്യൂനപക്ഷങ്ങൾ ഒരിക്കലും അവിടെ മുസ്ലിങ്ങൾ വരുന്നില്ലല്ലോ. അതുകൊണ്ട് ആ പേര് പറയാതെ പോയത്. അതുകൊണ്ട് ഒരു സംഘപരിവാർ എന്ന് പറയാൻ പറ്റത്തില്ല. അതെങ്ങനെയാണ് പറയാൻ കഴിയാത്തത്? ഇത് BJPയേക്കാൾ അപ്പുറത്തേക്ക് ഇത് BJP RSSന്റെയോ അല്ലെങ്കിൽ സംഘപരിവാര സംഘടനകളുടെ അജണ്ടകൾ തന്നെയല്ലേ പ്രഖ്യാപിതമായ എത്രയോ കാലമായിട്ടുള്ള ആ നയങ്ങളൊക്കെ തന്നെയല്ലേ നടപ്പാക്കിയത്? ഒരിക്കലുമല്ല. കാരണം വെച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ്, എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് മോദി നല്ല ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ രാമക്ഷേത്രം എന്ന ഭാരതത്തിന് സംസ്കാരം, അത് നിയമപരമായിട്ട് കോടതി പോലും അംഗീകരിച്ചൊരു കാര്യം. അതിനെ തള്ളി പറയാൻ പറ്റുമോ? അത് RSS അജണ്ടയാണെന്ന് തള്ളിക്കളഞ്ഞ് UPയിലെ ജനങ്ങൾ അത് തള്ളിക്കളഞ്ഞു എന്നല്ലേ കാണേണ്ടത്? UPയിലെ ജനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, സംഘപരിവാറിനെ ഒഴിവാക്കാൻ ശ്രമിച്ചത് ചില RSS സംഘടനകളിൽ അത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. താങ്കൾ പറയുന്നത് UPയിലെ ജനങ്ങൾ RSSനെ ഒഴിവാക്കിയത് കൊണ്ട് RSSകാരുടെ വോട്ട് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചടി നേരിട്ടത് എന്ന് അല്ലേ? അത് അങ്ങനെയാണ് എന്റെ ഒരു ഊഹം പറയാണ്. അത് തന്നെ ആവാൻ സാധ്യത. കാരണം അങ്ങനെ ഒരു വിട്ടു നിൽക്കാൻ ശ്രമിച്ചത് തന്നെയാണ് BJP. ശരി, ഓക്കെ, എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് എന്തായാലും മറ്റു പ്രശ്നം കൂടിയുണ്ട്. ഹസ്നയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ഹസ്നയ്ക്ക് എന്ത് തോന്നുന്നു? തൃശ്ശൂരിലെ BJPക്ക് ഒരു വിജയമുണ്ടായ സ്ഥലമൊക്കെയാണ്. പക്ഷേ രാജ്യമാകമാനമുള്ള അവസ്ഥ നോക്കുമ്പോൾ ഈ മോദി പ്രഭാവത്തിന് മങ്ങലേറ്റിട്ടുണ്ടോ? ഹസ്ന പറയാം. ഹസ്ന TV ഓഫ് ചെയ്യുക, മ്യൂട്ട് ചെയ്യുക. മ്യൂട്ട് ചെയ്ത ശേഷം ഹസ്ന പ്രതികരിക്കുക. ഹലോ, കേൾക്കാമോ? നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് ചേറായിൽ നിന്ന് രാജു ആണ്. ശ്രീ രാജു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ 400 സീറ്റിന് മേൽ മറികടക്കുമെന്ന് ആത്മവിശ്വാസത്തോട് പറഞ്ഞിരുന്ന BJP ഇപ്പോൾ ഘടകകക്ഷികളെ ഉറപ്പിച്ചു നിർത്താൻ, ഭരണം കിട്ടണമെങ്കിൽ ഘടകകക്ഷികൾ ഉറച്ചു നിൽക്കണം, അവർക്ക് പിന്നാലെ നിൽക്കേണ്ട അവസ്ഥയാണ്. ഈ മോദി പ്രഭാവം മങ്ങിപ്പോയോ? അല്ല, എനിക്കൊരു സംശയമുണ്ട് സാറേ. ഈ നമ്മുടെ ഇന്ത്യ സഖ്യം ആരായിരിക്കും പ്രധാനമന്ത്രി? നമുക്ക് ഇന്ത്യ സഖ്യം ഇനി വൻ ഭൂരിപക്ഷത്തോട് ജയിക്കുക എന്തോ ആയിക്കോട്ടെ, ആരായിരിക്കും ഇന്ത്യയെ ഭരിക്കാനുള്ള അവരുടെ നേതാവ്? അത്തരം ചോദ്യങ്ങളൊക്കെ BJPക്കാർ കുറെ ചോദിച്ചതാണ്. പക്ഷേ അതൊന്നും അങ്ങനെ കാര്യമായി ഏറ്റില്ല എന്നുള്ള തെളിവല്ലേ ഈ റിസൾട്ട്? നമ്മളൊരു വോട്ടർ എന്നുള്ളൊരു നമ്മളെന്തിനാണ് അങ്ങനെ അറിയുന്നത്? ഇന്ത്യയിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കല്ലല്ലോ മത്സരം നടക്കുന്നത്. ജയിക്കുന്ന പാർട്ടി തീരുമാനിക്കും, അല്ലെങ്കിൽ മുന്നണി തീരുമാനിക്കും ആരാണ് പ്രധാനമന്ത്രി എന്ന്. അല്ല, നമ്മൾ മോദിയെ കുറിച്ച് പറഞ്ഞാൽ ഈ മോദി ശരിക്കും പറഞ്ഞ ഈ രാമക്ഷേത്ര ചർച്ച ഒരിക്കലും പുള്ളി ഭാഗികമായി എടുക്കാൻ പാടില്ലായിരുന്നു. മനസ്സിലായ? ഈ ഇന്ത്യയില് അങ്ങനെ ഒരു രാമക്ഷേത്ര നിർമ്മാണം നടത്തുന്നത് ഓക്കെ, പക്ഷെ അതൊരു ചർച്ചാ വിഷയമായിട്ട് പുള്ളി എല്ലാ സ്റ്റേറ്റിലും പോയി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചത് ഭയങ്കര മോശമായി പോയി എന്നുള്ളതാണ് എന്റെ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്.
നമുക്ക് വയലാറിൽ നിന്നും ശ്രീ ശശിധരൻ കൂടി ചേരുന്നുണ്ട്. വാളയാറിൽ നിന്നും ക്ഷമിക്കണം. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മോദി പ്രഭാവത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മങ്ങലുണ്ടോ? എന്നോടാണോ? ശശിധരൻ വയലാറാണ്. അതെ, ശശിധരനോട് തന്നെയാണ്. ശ്രീ ശശിധരനോട് വയലാറാണില്ലേ? അത് ഞാൻ ആദ്യം വയലാർ എന്ന് പറഞ്ഞപ്പോൾ വാളയാർ എന്ന് തിരുത്തൽ വന്നു, അതുകൊണ്ടാണ് ഞാൻ തെറ്റി പറഞ്ഞത്. ഞങ്ങളുടെ നാടിനെ നിങ്ങൾ ഇങ്ങനെ കളയല്ലേ, അത് വയലാറാണ്, വയലാറ്. ശരി, അത് കേട്ടതിലുള്ള ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ്. അപ്പൊ എനിക്കൊരു സംശയമുണ്ട്, ഞാൻ ചോദിക്കട്ടെ. ഇത് 10 വർഷം ഭരിച്ച ഭരണത്തിന്റെ തുടർഭരണം അല്ലേ ഇത്? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. 10 വർഷം ഭരിച്ചതിന്റെ ഒരു തുടർഭരണത്തിന്റെ വിലയിരുത്തലാണ് നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷം ഭരിച്ച ഭരണത്തിന് തുടർഭരണമല്ലേ എന്നോ? ആണല്ലോ. അല്ല, ആവാതിരിക്കാം, രണ്ടിനും സാധ്യതയുണ്ടല്ലോ. അതല്ല ഇന്ത്യക്കല്ലേ ഭൂരിപക്ഷം? എൻഡിഎക്കാണ് ഭൂരിപക്ഷം. പക്ഷെ ഇപ്പോൾ ഘടകകക്ഷികൾ മറികടന്ന് ചാടിയാൽ തീർന്നില്ലേ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിട്ട് മറുപടി പറയാം. ഞാൻ കേൾക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ, ഒരു പ്രശ്നവുമില്ല. 10 വർഷം ഭരിച്ച ഒരു സർക്കാരിന്റെ തുടർ ഭരണമാണ്. 400 അവർ പറഞ്ഞിട്ട് അത് കിട്ടിയില്ല, 290, 95 ഏതാണ്ട് ഉള്ളതെന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇന്നത്തെ ചർച്ച യഥാർത്ഥത്തിൽ സുഹൃത്തെ ഇതായിരുന്നു വേണ്ടത്. ഇവിടെ ഈ 7 വർഷം 8 വർഷമായ ഒരു ഭരണത്തിന് നടത്തിയിട്ട് ഒരു സീറ്റ് കിട്ടി, ഒരു സീറ്റ്. 20 കിട്ടുമെന്ന് പറഞ്ഞ് 12 കിട്ടുമെന്ന്. അതല്ലല്ലോ ശ്രീ ശശിധരൻ, താങ്കൾ പറഞ്ഞത് ചോദ്യം ഇത് ലോക്സഭയെ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എൻ്റെ വ്യത്യസ്തമായ പാറ്റേണിലാണ് വോട്ട് പോകുന്നത്. ഞാൻ പറയട്ടെ കഴിഞ്ഞ തവണയും ലോക്സഭയിലേക്ക് വലിയ വിജയം നേടിയതാണ് കോൺഗ്രസ്, ഇതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം നേടിയതാണ്. എന്നിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേരളത്തിന്റെ ചരിത്രം തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഇത് ഇടതുമുന്നണിക്ക് ഒരു തുടർഭരണം നൽകുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലല്ലോ ലോക്സഭ. അന്നേരം ഇവിടുത്തെ ഭരണക്കാർ പറഞ്ഞൊരു മറുപടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു അന്നേരം പറഞ്ഞത്? അന്നത്തെ സാഹചര്യം, ശബരിമല വിഷയവും രാഹുൽ പ്രധാനമന്ത്രിയാകും എന്നുള്ള ഒരു ആവേശവും കാരണം മാത്രമാണ് ഉണ്ടായതെന്നാണ് അന്ന് പറഞ്ഞത്. ഇന്ന് ഈ കാരണങ്ങളൊന്നുമില്ല. വല്ല കാരണമുണ്ടോ? ഈ കാരണങ്ങളോട് രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്നും ഇന്ത്യ മുന്നണി ഭരിക്കുമെന്നും ഒക്കെ കേരളത്തിൽ സംഘപരിവാർ അല്ലെങ്കിൽ BJP അധികാരത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ എല്ലാം ആഗ്രഹമല്ലേ? അവർ മറിച്ച് വോട്ട് ചെയ്തു. അവരാരാണ്, ആർക്ക് വോട്ട് ചെയ്താലാണ് ഗുണമുണ്ടാവുമെന്ന് ചിന്തിച്ചു കാണില്ലേ? അപ്പൊ തമിഴ്നാടോ? തമിഴ്നാടും അങ്ങനെ തന്നെ ചിന്തിച്ചു കാണില്ലേ? സംഘപരിവാര ശക്തികൾ അല്ലെങ്കിൽ BJP അവിടേക്ക് കടന്നു കയറരുത്, അതിനെതിരെ അവർ ചിന്തിച്ചു കാണില്ലേ? അതെന്താ ഇവിടുത്തെ ഭരണപക്ഷത്തിന്റെ സമ്പൂർണ്ണ തോൽവിയാണ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പേടിയാണ്? അതെങ്ങനെ ഞങ്ങളെ അംഗീകരിക്കുന്നത്? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരാജയപ്പെട്ടാൽ അത് അവരുടെ തോൽവിയായിട്ട് അംഗീകരിക്കാം. ഒരു പരിധി വരെ ചിലപ്പോൾ അത് സ്വാധീനിച്ചിട്ടുണ്ടാവും. ജനം ഒന്നാണ്. പക്ഷേ ഡൽഹിയിലെ ജനങ്ങൾ ആം ആദ്മി പാർട്ടിക്കാണ് നിയമസഭയിലേക്ക് 70 സീറ്റിൽ 63ഉം 67ഉം കൊടുക്കുന്നത്. സാധാരണ ഭൂരിപക്ഷം അല്ലത്, അത് അസാധാരണ ഭൂരിപക്ഷമാണ്. പക്ഷേ ലോക്സഭയിലേക്ക് അവർ വിജയിപ്പിക്കുന്നത് മോദിയുടെ സ്ഥാനാർത്ഥികളെയാണ്. അപ്പോൾ അവിടെ ഈ അദ്ദേഹത്തിന്റെ പരാജയമാണെന്നോ? കേട്ടില്ല. അങ്ങനെ എങ്ങനെയാണ് ഒറ്റ സ്ഥാനാർത്ഥി? താങ്കൾ ഇത് ഏത് ലോകത്ത് നിന്നാണ് സംസാരിക്കുന്നത്? കേരളത്തിലെ ജയിച്ചു പോകുന്നവർ UPA സർക്കാർ 10 വർഷം ഉണ്ടാക്കിയില്ലേ? താങ്കൾ ഈ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കരുത്, കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കരുതെന്ന്. 10 വർഷം ഭരിച്ചിട്ട് ഞാൻ ചോദിച്ചതല്ല. നമ്മുടെ ചോദ്യം 400 സീറ്റിന് മേൽ നേടുമെന്ന് വലിയ ആത്മവിശ്വാസത്തെ വന്നവർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വീണുപോയത് മോദി പ്രഭാവം മങ്ങിയത് കൊണ്ടല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ LDFന്റെ നേതാക്കൾ പറഞ്ഞാൽ 20 സീറ്റ് കിട്ടും, അത് നിങ്ങൾ കണ്ടില്ല? ഞങ്ങൾ കാണുന്നുണ്ടല്ലോ, താങ്കൾക്ക് അതിൽ അഭിപ്രായം പറയാമല്ലോ. പക്ഷെ നിങ്ങൾക്ക് ഭീരുത്വമുണ്ട്. ഇന്നത്തെ ചർച്ച ഇതായിരുന്നു. ഞങ്ങൾക്ക് എന്തിന് ഭീരുത്വം? ഇന്ത്യ രാജ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ അതല്ലേ ചർച്ച ചെയ്യേണ്ടത്? കേരളത്തിലെ തോൽവിയോ വിജയമാണോ ചർച്ച ചെയ്യേണ്ടത്? ഇന്ത്യയുടെ വിധി എഴുതുന്ന ഈ ദിവസം ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യയുടെ വിഷയമല്ലേ? താങ്കൾക്ക് ചിലപ്പോൾ ആ പറയാൻ പേടി കാണും, ഞങ്ങൾക്ക് ആ ഭയമില്ല. ഈ പൊതുവേദിയിൽ സ്ഥിരമായി വിളിക്കുന്നവരോടോ കാണുന്നവരോടോ ചോദിച്ചാൽ അറിയാം, ഞങ്ങൾ എല്ലാ വിഷയവും എടുക്കുന്നവരാണ്. അല്ല, നിങ്ങൾക്ക് പക്ഷപാതമുണ്ട്. എന്ത് പക്ഷപാതം? തമിഴ്നാട്ടിലെ അവരുടെ ഭരണം അല്ല, അതിനനുകൂലമായ വിധി വന്നു. ഈ തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും വിധി ഉണ്ടായത് BJP സർക്കാരിനെതിരായ വിധിയാണ് ഉണ്ടായത്, അതിന് യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ തോൽവിയില്ല. LDFന്റെ തോൽവി അല്ലല്ലോ വിഷയം. നമ്മുടെ വിഷയം ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്കെതിരായ തരംഗത്തിന് അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രഭാവം മങ്ങിയോ എന്നുള്ളതാണ് വിഷയം. അതല്ലേ ചർച്ച ചെയ്യേണ്ടത്. ഒരു പ്രഭാവം മങ്ങിയിട്ടില്ല. പിന്നെന്താണ് സീറ്റ് കുറഞ്ഞത്? UP-യിലടക്കം എന്താണ് സീറ്റ് കുറഞ്ഞത്? അതുകൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ നിങ്ങൾ അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ അങ്ങനെ ചോദിച്ചോ? താങ്കൾ ഇതിനെങ്ങനെ വൈകാരികമാകുന്നത്? പരാജയം വരുമ്പോൾ ആ പരാജയം ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവതരിപ്പിക്കുന്ന വിഷയം ന്യായമായിരിക്കണം. അവതരിപ്പിക്കുന്ന വിഷയം ന്യായമാണ്. 400 സീറ്റിലധികം നേടും എന്ന് പറഞ്ഞ ഒരു പാർട്ടി, കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ പാർട്ടി, ആ പാർട്ടി ഇപ്പോൾ വലിയ ആത്മവിശ്വാസം എഴുതുന്നവർക്ക് ഘടകകക്ഷികളുടെ സഹായത്തോടു കൂടി അല്ലാതെ ഭരിക്കാൻ കഴിയുന്നില്ല എന്നതിനർത്ഥം അവർക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്.
NDA വിരുദ്ധമായിട്ടുള്ള 60ഓളം കക്ഷികൾ ചേർന്ന് ശരി, ഓക്കെ. താങ്കൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ താങ്കൾക്ക് അത് ബോധ്യപ്പെടാത്ത ഒരാളിനോട് ഞാൻ ഇതിൽ കൂടെ എന്താണ് പറയുന്നത്. ഞങ്ങൾ എന്തായാലും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആ പാർട്ടിക്ക് എതിരായിട്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ഷഹീറാണ് എറണാകുളത്ത് നിന്നും. ശ്രീ ഷഹീർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? മോദി പ്രഭാവത്തിന് മങ്ങലുണ്ടോ? തീർച്ചയായിട്ടും മോദി പ്രഭാവം മങ്ങിയത് കൊണ്ടാണ് ഇത്രയും ചെറിയൊരു ഭൂരിപക്ഷത്തിൽ അവർ വിജയിച്ചിരിക്കുന്നത്. പക്ഷേ വേറെ ചില ഘടകങ്ങളുണ്ട്. ഇത് ഒരു വാണിംഗ് ആണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ജനത കൊടുത്തിരിക്കുന്ന ഒരു വാണിംഗ് ആണ് മോദി സർക്കാരിന്. അതായത് ഇനി ഭരിക്കാം, പക്ഷേ സൂക്ഷിച്ചു ഭരിക്കുക. ഇനി എടുക്കുന്ന ഓരോ നടപടികളും ഓരോ സ്റ്റെപ്പുകളും വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം ഇനി ഇതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് ചിലപ്പോൾ ഇനി കിട്ടാൻ പോകുന്ന തിരിച്ചടി വലിയ തിരിച്ചടിയായിരിക്കും. ചിലപ്പോൾ ഒരിക്കലും തിരിച്ചു വരാനൊക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു വാണിംഗ് ആണ്. പിന്നെ വേറൊരു കാര്യം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം മോദി പ്രഭാവം കുറച്ച് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് BJPക്ക് കൂടുതൽ വോട്ട് കിട്ടിയത്. നമുക്കൊരു MP കിട്ടി. തീർച്ചയായും നമ്മൾക്കൊരു മന്ത്രിയെ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇപ്പൊ മോദി പ്രഭാവം മങ്ങിയിട്ടുണ്ട്. മോദിക്കൊരു വാണിംഗ് ആണ്. പിന്നെ ഇവിടെയുള്ള നമ്മുടെ ഈ സർക്കാരിന് ഒരു വാണിംഗ് ആണ്. അപ്പൊ ഈ വാണിംഗ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ജനത്തിന്റെ ഒന്നാന്തരം പ്രതികരണമാണ് ഇപ്പൊ ഇവിടെ നടന്നത്. അതുകൊണ്ട് ഭരിക്കുന്നവർ പഠിക്കട്ടെ, ഭരിക്കുന്നവര് നമുക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യട്ടെ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? മോദി പ്രഭാവത്തിന് മങ്ങലുണ്ടോ? നല്ലൊരു ടൈറ്റിലാണ് എന്തായാലും കൊടുത്തിരിക്കുന്നത്. മോദി പ്രഭാവത്തിന് മങ്ങലുണ്ടോ? തീർച്ചയായിട്ടും മങ്ങലുണ്ടല്ലോ അല്ലേ? ഇല്ലേ? ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് മങ്ങലുണ്ട്. ഞാൻ പറയുന്നതെന്നാൽ തീർത്തും കേട്ടതിന് ശേഷം പറയും. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും വിജയമായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഞാൻ നോക്കിക്കാണുന്നത്. നമ്മുടെ ഇന്ത്യ എന്നൊരു ആശയം ഉണ്ടല്ലോ, ആ ആശയം എന്നും നിലനിൽക്കും എന്ന ഒരു തോന്നലും ഈ തെരഞ്ഞെടുപ്പിലൂടെ കാണുന്നുണ്ട്. അത് മാത്രമല്ല, രാജ്യം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഉന്നതമായ മൂല്യങ്ങൾ അതൊക്കെ ഇവിടെ നിലനിൽക്കും എന്നും ഈ തെരഞ്ഞെടുപ്പ് നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. നമ്മൾ കണ്ടതാണല്ലോ, കേട്ടതാണല്ലോ, അഹങ്കാരത്തിന്റെയും വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും പകയുടെയും രാഷ്ട്രീയം ഇന്ത്യ രാജ്യത്ത് വിലപ്പോവില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് നമ്മളോട് പറയുന്നു. 400 എന്ന് പറഞ്ഞെടുത്ത് 300 പോലും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സർക്കാർ NDA സർക്കാർ ഇന്ന് ഒരു ഘടകകക്ഷികളുടെ പിന്തുണയില്ലാതെ ഭരിക്കാൻ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ഹരിപ്പാട് നിന്ന് സുജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീ സുജിത്ത്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ മോദി പ്രഭാവം 2014-ലും 2019-ലും BJPക്ക് വൻപൻ വിജയം സമ്മാനിച്ച മോദി പ്രഭാവം അതിപ്പോൾ മങ്ങിയോ? മങ്ങലൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. കാര്യം ഈ ഒരു ഇലക്ഷനിൽ തോൽവി സംഭവിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ മൊത്തത്തിൽ ബാധിച്ചിട്ടില്ല. ഉത്തർപ്രദേശിൽ ബാധിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ ഒരു 10-30 സീറ്റും കൂടെ കിട്ടേണ്ടതായിരുന്നു. അവിടെ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. പിന്നെ ഉണ്ടായിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയില് ശിവസേനയായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ വോട്ട് കുറഞ്ഞതാണ് BJPക്ക് തിരിച്ചടിയായത്. മാത്രമല്ലല്ലോ, വേറെ പല സംസ്ഥാനങ്ങളിലും കുറഞ്ഞല്ലേ? വേറെ സംസ്ഥാനങ്ങളിലും ബംഗാളിലൊക്കെ ചെറിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊന്നും വലിയ തോതിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. രാജസ്ഥാനിൽ കുറഞ്ഞു, കർണാടകയിൽ കുറഞ്ഞു. അതായത് ഉത്തർപ്രദേശിലെ ഒരു 10-30 സീറ്റോളം കുറഞ്ഞത് കിട്ടിയാൽ തന്നെ കേവല ഭൂരിപക്ഷത്തിനുള്ള സീറ്റ് ആകുമായിരുന്നു. പിന്നെ മഹാരാഷ്ട്രയില് ഒരു 10 സീറ്റിന് മേളിൽ. താങ്കൾ പറയുന്ന അനുസരിച്ചാണ് ഈ മോദി പ്രഭാവം കുറയാതെ എങ്ങനെ കുറഞ്ഞിരുന്നില്ലെങ്കിൽ പഴയ മട്ടിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ലേ? മോദി പ്രഭാവത്തിന്റെ മാത്രം പ്രശ്നമല്ല. ഇപ്പൊ മഹാരാഷ്ട്രയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ശിവസേനയായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് ആ ഒരു വിഭാഗവുമായിട്ട് അവര് തെറ്റിപ്പിരിച്ച കാരണം ഉണ്ടായ പ്രശ്നമാണ്. പിന്നെ ഉത്തർപ്രദേശിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം അവിടെ രണ്ടായിട്ട് നിന്നിരുന്ന ഇന്ത്യ സഖ്യവും അഖിലേഷ് യാദവിന്റെ പാർട്ടിയും ഒക്കെ ഒന്നായിട്ട് മത്സരിക്കുമ്പോൾ ഇപ്പൊ ആ രണ്ട് പാർട്ടിയുടെ വോട്ടുകൾ ക്രോഡീകരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ കഴിഞ്ഞ തവണ അവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ ഒന്നിച്ചു നിന്നപ്പോഴാണ് SPയും BSPയും ഒന്നിച്ചു നിന്നപ്പോഴാണ് BJP ജയിച്ചത്. ഒന്നിച്ചു നിന്ന ഈ പ്രാവശ്യം പിന്നെ അഖിലേഷ് യാദവിന്റെ പാർട്ടിയും മറ്റുള്ള ഒരുവിധപ്പെട്ട മുന്നണികളെല്ലാം ഒരുമിച്ചാണ് അവിടെ മത്സരിക്കുന്നത്, ഈ ഇന്ത്യ ഒട്ടാകെ മത്സരിക്കുന്നത്. അപ്പൊ അതിനെ അവർ കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ് ഉത്തർപ്രദേശിലെ തോൽവി. രാമക്ഷേത്രമൊന്നും ഉത്തർപ്രദേശിൽ എറിച്ചില്ല എന്നല്ലേ? അവര് ഈ ഒരുമിച്ച് നിൽക്കുമ്പോൾ BJP കുറച്ചുകൂടെ ജാഗ്രത കാണിക്കണമായിരുന്നു. മോദി പ്രഭാവത്തിന് വലിയ മാറ്റം ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഓക്കെ. എന്തായാലും പരാജയം സംഭവിച്ചെങ്കിലും അത് പ്രതിപക്ഷത്തിന്റെ ഐക്യം കൊണ്ടുണ്ടായ വിജയമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. നമുക്ക് എന്തായാലും മറ്റുള്ള പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം
സീറ്റ് പിടിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ആദ്യമായി വിരിഞ്ഞ താമര തൃശ്ശൂരിൽ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ സ്വീകരണത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കൂടി കടന്നിട്ട് പൊതുവേദിയിലേക്ക് മടങ്ങി വരാം. നിങ്ങളുടെ വഴിയൊന്നും ഒഴിഞ്ഞു കൊടുക്കും പ്ലീസ്. കൈ പിടിച്ചാൽ മതി. കൈ പിടിച്ചാൽ മതി കാര്യം. പ്ലീസ് വഴി കൊടുക്കും, വഴി കൊടുക്കും പ്ലീസ്. ക്യാമറ പുറകോട്ടോ നടക്കണം നടക്കണം വഴി കൊടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തൃശൂർ മണ്ഡലത്തിലെത്തിയ സുരേഷ് ഗോപി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. എന്തായാലും തൃശ്ശൂരിൽ മടങ്ങിയെത്തിയ കേരളത്തിൽ ആദ്യമായി BJPക്ക് ഒരു താമര വിരിയിച്ച സുരേഷ് ഗോപിക്ക് അവിടുത്തെ പ്രവർത്തകർ സ്വീകരണം നൽകുകയാണ്. ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാം. നമുക്ക് അഹമ്മദ് കബീർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അഹമ്മദ് കബീർ, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം 400 മറികടക്കുമെന്ന് ആത്മവിശ്വാസത്തോട് പറഞ്ഞ മോദിക്ക് ഇപ്പോൾ ഘടകകക്ഷികളെ ഉറപ്പിച്ചു നിർത്തേണ്ടി വരുന്നു ഭരണം നിലനിർത്താൻ, അല്ലെങ്കിൽ ഭരണം പിടിക്കാൻ വേണ്ടി. ഈ മോദി പ്രഭാവം മങ്ങിയോ? തീർച്ചയായിട്ടും മങ്ങിയിട്ടുണ്ട്. അത് കാരണം എന്ന് വെച്ചാല് സാധാരണക്കാരെ അടിത്തട്ടിൽ നിന്ന് സാധാരണക്കാരാണ് ഏത് നേതാവിനും വളർത്തിയെടുക്കുന്നത്. എല്ലാ മതങ്ങളെയും കൂട്ടി യോജിപ്പിച്ച് പോകുമ്പോ അതിനൊരു സൗന്ദര്യം വേറെയുണ്ട്. ആ ഭരണത്തിന് തന്നെ എല്ലാ ഭാഗങ്ങളെയും ഉൾക്കൊണ്ട് ഒരു നേതാവ് ഭരിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് തന്നെ ഏറ്റവും നല്ല വളർച്ചയും സമാധാനവും എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അത് ആ നേതാവിന് കിട്ടുന്ന ഒരു ക്വാളിറ്റിയാ. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത പരാജയമാണ് ഇന്ന് ആ തിരിച്ചടിക്ക് കാരണം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ചാത്തന്നൂരിൽ നിന്നും ശ്രീ രാധാകൃഷ്ണൻ കൂടി ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? വലിയ വിജയം അവകാശപ്പെട്ടിരുന്ന BJPക്ക് ഇപ്പോൾ കഷ്ടിച്ചാണ് കടന്നുകൂടിയിരിക്കുന്നത്. ഈ മോദി പ്രഭാവത്തിന് മങ്ങലുണ്ടോ? ഹലോ 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 ഹലോ, കേൾക്കാം. പറഞ്ഞോളൂ. താങ്കൾക്ക് ഒരു 2-3 ദിവസമായിട്ട് നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്ന കാര്യം പ്രത്യേകം നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഞാനന്ന് തീർത്ത് പറഞ്ഞു. അന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഏതാണ്ട് ഞാൻ മാത്രമാണ് തീർത്ത് പറഞ്ഞത്. മോഡിയുടെ പ്രഭാവം നഷ്ടപ്പെട്ടു തുടങ്ങി. അയോധ്യ വിഷയം പോലെയുള്ള വൈകാരിക വിഷയങ്ങളിൽ വടക്കേന്ത്യൻ ജനത അവർ അത് വിശ്വസിക്കില്ല. പട്ടിണിക്ക് പരിഹാരം ആധ്യാത്മികത അല്ല എന്ന് വടക്കേന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ പലരും പറഞ്ഞു ഞങ്ങൾ കമ്മികളാണ്, അതാണെന്ന് പറഞ്ഞൊക്കെ അങ്ങ് ഒന്ന് കൊല വിളിച്ച് നമ്മളെയൊക്കെ. നമ്മൾ അന്നേ പറഞ്ഞില്ലേ ഇത് സംഭവിക്കും എന്ന്. ചാത്തന്നൂർ രാധാകൃഷ്ണൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിൽ അവരുടെ പ്രഭാവം നഷ്ടപ്പെട്ടു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നമ്മളെ വിവിധ മതങ്ങൾ ഏറ്റവും ഇന്നൊരു പക്ഷേ ഇന്ന് ലോകരാജ്യങ്ങളിൽ ഏറ്റവും അധികം മതങ്ങളും അധിക സമുദായങ്ങളും വിവിധ വർണ്ണങ്ങളും വർഗങ്ങളും വിവിധ തരത്തിലുള്ള ആചാരങ്ങളും ഒക്കെ കൊണ്ട് സമ്പുഷ്ടമാണ് ഇന്ത്യ മഹാരാജ്യം. അവിടെ ഒരു ഏകാധിപതിക്ക് സ്ഥാനമില്ല എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ധ്യാനം ഇരുന്നത് കൊണ്ടോ ക്ഷേത്രം പണിഞ്ഞത് കൊണ്ടോ ഒന്നും ജനങ്ങളുടെ അടുപ്പിൽ തീ പുകയുകയില്ല. ഞാൻ ഈ കേരളത്തിൽ തന്നെ പറയുമ്പോൾ നമ്മൾ ഇടതുപക്ഷത്തിന് പരാജയം സംഭവിച്ചത് താൽക്കാലികമാണ്.
UDF വരട്ടെ, അടുത്ത പ്രാവശ്യം UDF വരട്ടെ. ഞങ്ങൾക്കറിയാം UDF ഭരിച്ചിരുന്ന കാലത്ത് ഈ നാട്ടിൽ എന്തുണ്ടായിരുന്നു എന്ന്. ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ കളിയാക്കുന്നു. പൊതിച്ചോറ് കൊടുത്തു, കിറ്റ് കൊടുത്തു. പൊതിച്ചോറ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കേഴുന്ന UDF ഭരണമാണ് വരാൻ പോകുന്നത്. ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസമുണ്ട്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിൽ കൂടി പോകേണ്ടതുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ശ്രീ രമേശനാണ്. ശ്രീ രമേശൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? വലിയ തരത്തിൽ മോദി തരംഗം വീശിയടിച്ച 2014-ലെയും 2019-ലെയും തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി മോദിക്ക് ആ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ? എന്നെ സംബന്ധിച്ചോളം, ഹലോ കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇത്തവണ മോദി പ്രഭാവം ഒന്നും അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ അടിച്ചില്ല. കാരണം ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ, ആ ടൈം അവസാനിച്ചിരിക്കുന്നു. കാരണം ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം കളിപ്പാവളാക്കിക്കൊണ്ടാണ് ഇവർ ഈ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അതായത് CBI പണി നടത്തുന്നവരാ മോദി, മറ്റേ ED പണിയെടുക്കുന്നവരാ മോദി, മറ്റേ സുപ്രീം കോടതി പണിയെടുക്കുന്നവരാ മോദി. എല്ലാം മോദി ഗ്യാരണ്ടി മോദി. അങ്ങനെ സ്വയം ഒരാള് ഞാനാണ് എല്ലാം, ഞാനാണ് ഇന്ത്യ മൊത്തം എന്ന രീതി സ്വയം അവകാശപ്പെട്ട് സ്വയം ഭൂജനായി ഞാനാണ് ഈ ലോകത്തിലെല്ലാം എന്ന രീതി വന്നുകൊണ്ടാണ് കൃത്യമായി UP-യിലും അതേപോലെ ഇവര് കൊട്ടിഘോഷിച്ച അയോധ്യയെ തന്നെ പൊട്ടിപ്പാലിഷായില്ലേ. UP-യിൽ എത്ര സീറ്റ് പോയി? സിറ്റിംഗ് MLA-മാര് തന്നെ 29, കേന്ദ്രമന്ത്രിമാർ വരെ തോറ്റത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. രവിചന്ദ്രൻ പിള്ള കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രവിചന്ദ്രൻ പിള്ള, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മോദിയുടെ ഒരു കരുത്തിൽ വല്ലാത്ത ചോർച്ച ഉണ്ടായിട്ടുണ്ടോ? 100%. മോഡി പോയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി എന്നും പറഞ്ഞ് ഇന്ത്യയിൽ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ നേരിട്ടായിരുന്നെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ഇതിനെക്കാട്ടി കൂടുതൽ സീറ്റ് കിട്ടിയാണ്. കാരണം ജനങ്ങൾ ഇന്ന് സ്നേഹിക്കുന്നത് കോൺഗ്രസിനെയാണ്. അത് സംശയമില്ലാത്ത കേസാണ്. എന്നാൽ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെയാണ് ഇന്ത്യ സ്നേഹിക്കുന്നത്. അതിന്റെ ഉദാഹരണമല്ലേ UP. കോടിക്കണക്കിന് രൂപയുടെ അമ്പലം പണിഞ്ഞ് UP-യിൽ അയോധ്യ എന്ന് പറഞ്ഞ മഹാരാമക്ഷേത്രം പണിഞ്ഞിട്ട് അവിടെ തന്നെ ഈ BJP സർക്കാരിന്റെ സ്ഥാനാർത്ഥി തോറ്റുപോയി. കേരളത്തിൽ അതേ കണക്കാണ്. കോൺഗ്രസിനെയാണ് ജനങ്ങൾ സ്നേഹിക്കുന്നത്. ഇപ്പം നമ്മളെ വിഷയം ദേശീയ രീതിയിലുള്ള വിഷയമായതുകൊണ്ട് ഞാൻ കേരളത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. കേരളത്തിലും താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും ചേരുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ വീശിയടിച്ച മോദി തരംഗം ഇത്തവണ അങ്ങനെ കഴിയാതെ മോഡിയുടെ പ്രഭാവമൊക്കെ മങ്ങിയ അവസ്ഥയിലാണോ? നമസ്കാരം സാർ. നമസ്കാരം. ഈ പ്രാവശ്യം EVM മെഷീനിൽ തകരാറില്ല എന്ന് ഇതുവരെ ആരും പ്രതികരിച്ചിട്ടില്ല, പ്രതിപക്ഷ നേതാക്കളാരും. അതിൽ വലിയ സമാധാനമുണ്ട് സാർ. പിന്നെ മോഡി പ്രഭാവം എവിടെയാ സാർ തകർന്നിക്ക്? NDA അലയൻസ് തന്നെയാണ് സാർ ഇപ്പം ശക്തമായ മെജോറിറ്റിയിൽ നിൽക്കുന്നത്. അതിന് യാതൊരു തെരഞ്ഞെടുപ്പിന് മുമ്പ് താങ്കളും ആ പാർട്ടിയുടെ നേതാക്കളും ഒക്കെ പറഞ്ഞിരുന്നത് അങ്ങനെ അല്ലല്ലോ. 400 മേൽ സീറ്റ് നേടി ജയിക്കുമെന്നൊക്കെ അല്ലേ? 300 പോലും കടന്നില്ല. ഘടകകക്ഷികൾ ഉടക്കിപ്പോയാൽ തീർന്നു. അങ്ങനെയാണെങ്കിൽ കെജ്രിവാളിന്റെ സ്ഥിതി എന്താ സാർ? ഡൽഹിയിൽ കെജ്രിവാൾ അതിന് മുമ്പും കെജ്രിവാളിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയിട്ടില്ല. അത് ശരി. നിയമസഭയിലാണ് അവർ 70-ൽ 63 മേടിക്കുന്നത്. നിയമസഭയിലാണ് 67 ഒക്കെ മേടിക്കുന്നത്. അവർക്ക് ലോക്സഭയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. സാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ മെജോറിറ്റി, ശക്തമായ മെജോറിറ്റി തന്നെയാണ് ആരുള്ളത്? NDA മുന്നണി. അത് മാത്രമല്ല, ഈ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയ അത്ര സീറ്റ്, അതിൽ കൂടുതൽ സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് സ്വന്തമായി ഇന്ത്യ രാജ്യത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നില്ലല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഏത് പാർട്ടിയും രാഷ്ട്രീയമായി ജയിക്കും ഭരിക്കും തന്നെയാണ്. കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ തവണയും 2 തവണയും അങ്ങനെയല്ല. BJP-ക്ക് പറഞ്ഞ സീറ്റുകളൊക്കെ നേടാനൊക്കെ കഴിഞ്ഞിരുന്നു. അതിനൊരു കാരണമുണ്ട് സാർ. 10 വർഷം ഭരിച്ച ഒരു പാർട്ടിക്ക് എതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടായിരിക്കാം. അപ്പൊ അത് തന്നെയാണ് ഞങ്ങൾ ചോദിച്ചത്. അങ്ങനെ ഒരു മോദിയുടെ പ്രഭാവം മങ്ങിയോ എന്നൊന്നും ചോദിക്കാനും പറ്റില്ല. അങ്ങനെ തന്നെ കേരളത്തിലെ സ്ഥിതി എന്താ? ഇപ്പൊ 2 സ്റ്റേറ്റ് ഒഡീഷ പിടിച്ചിരിക്കുവാണ്. ആന്ധ്രയിൽ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. പ്രധാന പാർട്ടി. വോട്ടിംഗ് ശതമാനം വരെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ BJPക്ക് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് മോഡി പ്രഭാവം മങ്ങിയിട്ടൊന്നുമില്ല. ഇന്ത്യയിൽ മോഡി തന്നെ ഗവൺമെന്റ് ഉണ്ടാക്കും. ആ ഗവൺമെന്റ് ശാശ്വതമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും. അതിന് യാതൊരു സംശയമില്ല. ആരും ഇത് കണ്ടിട്ട് വിരളി കൂടണ്ട. പിന്നെ EVM മെഷീന് തകരാറില്ലാത്തത് വളരെ സൗഭാഗ്യമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ED-യും സുപ്രീം കോടതി എല്ലാം പ്രധാനമന്ത്രിയെ കൈകാര്യം ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് അനുകൂലമായി വിധി വരുമ്പോൾ സുപ്രീം കോടതി ന്യായം, ഇവർക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടാകുമ്പോൾ EVM-ഉം വോട്ടിംഗ് മെഷീനും എല്ലാം ശരി. ഇതൊക്കെ ജനം കാത്തിരുന്ന് കാണുന്നുണ്ട് സാർ. ഇതൊരു പരാജയം, നേരിയൊരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്തും. എന്തായാലും പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് താങ്കൾ സംഭവിച്ചില്ല, നല്ല കാര്യം. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൂടി പോകാം. മനോജാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ മനോജ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? മോദി ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, നേതാവ് എന്ന നിലയ്ക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ശക്തി, അദ്ദേഹത്തിന്റെ പ്രഭാവം അതിൽ വല്ലാതെ ഇടിവ് സംഭവിച്ചിട്ടുണ്ടോ?
നമസ്കാരം. മോദി എന്നുള്ള നിലയിൽ ഇടിവ് സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം തന്നെയാണ് തുടർ ഭരണം കൊണ്ടുപോകാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ വോട്ടിംഗ് സീറ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവും. അത് ജനാധിപത്യത്തിലെ സ്വാഭാവികമാണ്. ഇതിനു മുമ്പ് പല ആൾക്കാർ ഭരിച്ചിട്ട് മാറി മാറി വരും. മോദി തന്നെ ഇനിയിപ്പോ 540 സീറ്റിലും മോദി വിജയിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. 400 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ പ്രതീക്ഷയിൽ കാൽക്കുലേഷനിൽ പറഞ്ഞത് തന്നെ ആയിരിക്കും. അതിൽ വലിയ കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. അത്ര തന്നെ കിട്ടണം നിർബന്ധമില്ല. അയോധ്യയിൽ ചെയ്യാനുള്ള കാര്യം ചെയ്തു. അത് എന്തോ അയോധ്യ നിൽക്കുന്ന UP-യിൽ കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. അത് തിരിച്ചടി ഇത് സ്വാഭാവികമാണെന്ന് ഞാൻ പറയുന്നത്. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുമല്ലോ. ഇല്ലെങ്കിൽ 2 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് ഇന്ന് 300 സീറ്റോ 240 ശരി, ഓക്കെ. എന്നാൽ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് കൊല്ലത്ത് നിന്നും ശ്രീ രഘു കൂടി ചേരുന്നുണ്ട്. രഘു, അതിനിടയ്ക്ക് സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ വരുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി താൻ ജയിച്ചു എന്നുള്ളത് പത്രം വാങ്ങാൻ വേണ്ടി, സർട്ടിഫിക്കറ്റിന് വേണ്ടി ജില്ലാ കളക്ടറെ സന്ദർശിച്ച് അത് വാങ്ങിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. ശ്രീ രഘു, താങ്കൾക്ക് തുടരാം. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായ ഒരു അപ്രതീക്ഷിതമായ മുന്നേറ്റം, ഭരണം പിടിക്കാൻ NDAക്ക് കഴിയും എന്നുള്ള ഒരു ഭൂരിപക്ഷമുണ്ട് എങ്കിൽ പോലും ഒറ്റയ്ക്ക് BJPക്ക് ഭൂരിപക്ഷം നേടിയ അവസ്ഥയിൽ നിന്ന് വല്ലാതെ പിന്നാക്കം പോയിരിക്കുന്നു. മോദിയുടെ ഒരു പ്രഭാവത്തിൽ മങ്ങലുണ്ടോ? നമസ്കാരം. നമസ്കാരം. സാറേ, മോദിക്ക് മങ്ങലേറ്റ് തുടങ്ങിയല്ലോ. മോദി എന്താണ്, ദൈവത്തിന് തുല്യമായിട്ടാണ് മോദി സ്വയം നടക്കുന്നത്. അത് അവിടെ ഉത്തർപ്രദേശിൽ എവിടെ എല്ലാം ഈ രാജ്യത്ത് ഇപ്പോഴും പട്ടിണി അടക്കുന്നവരുണ്ട്. ആ പട്ടിണി അടക്കുന്ന ഇടയിലാണ് ശ്രീരാമന്റെ എത്ര കോടി രൂപയുടെ ദൈവം പാതി, ദൈവത്തിനെ കൊണ്ട് ഇങ്ങനെ ഒരു ദൈവഭക്തി വേണമോ? അതുകൊണ്ടാണ് മോദിക്ക് ഇപ്പൊ തോൽവി സമ്മതിക്കണം ഇനിയിപ്പം. എന്നിട്ട് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞു, മഹാത്മാഗാന്ധി എന്തോന്ന് പറഞ്ഞെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഇടയ്ക്ക് പറഞ്ഞിട്ട് അതിന്റെ പാപം തീരാൻ വേണ്ടി അവിടെ വന്ന് കന്യാകുമാരിയിൽ 3-4 ദിവസം കവന്ന് കിടന്നു. ഇതിന്റെ ഫലം എന്താ? അതിന്റെ ഫലമാണ് അനുഭവിക്കുന്നത്. അത് അനുഭവിച്ചേ തീരൂ. അതായത് ദൈവമാണ് അങ്ങനെ ദൈവത്തിനെ കണക്കാണ് അങ്ങനെ സ്വയം നടക്കുന്നത്. ശരി, ഓക്കെ. അഭിപ്രായം അങ്ങനെ നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കോട്ടയത്ത് നിന്നും റഹ്മാനാണ്. ശ്രീ റഹ്മാൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? മോദിയുടെ പ്രഭാവത്തിന് മങ്ങലുണ്ടോ? ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയല്ലേ അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു താക്കീത് വന്നിരിക്കുന്നതാണ്. അദ്ദേഹം 400 സീറ്റ് കിട്ടി അധികാരത്തിൽ വരുമെന്നുള്ള ഒരു തോന്നൽ പുള്ളിക്കുണ്ടായി. പക്ഷെ ജനങ്ങളത് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ മുഴുവനും കൊന്നൊടുക്കി, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമല്ലേ. അത് മനസ്സിലാക്കി പുള്ളി ഇനി മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന് വീണ്ടും വരാമെന്നാണ് എന്റെ ഒരു ഇത്. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. ദുബൈയിൽ നിന്നാണ് ശ്രീ ഷാജി. ശ്രീ ഷാജി, താങ്കൾ ദുബൈയിൽ നിന്ന് ഈ കേരളത്തിലെ ഇന്ത്യയിലെ ഫലമൊക്കെ നോക്കി കാണുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ ഒരു മോദിയുടെ ഒരു ഇമ്പാക്റ്റ് വല്ലാതെ കുറഞ്ഞിട്ടുണ്ടോ? ഷാജിയിലേക്ക് വരാം. ഇതിപ്പോൾ തൃശ്ശൂരിൽ BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനത്തോടുകൂടി, നൃത്ത ചുവടുകളോടുകൂടി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വിരിഞ്ഞ താമര സുരേഷ് ഗോപിയെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി
തൃശ്ശൂരിൽ താമര വിരിയിച്ച സുരേഷ് ഗോപിക്ക് അവിടെ പ്രവർത്തകർ നൽകിയ സ്വീകരണത്തിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. എന്തായാലും നമുക്ക് പൊതുവേദി തുടരാം. പവിയാണ് കൊല്ലത്തു നിന്നും. ശ്രീ പവി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? 400 സീറ്റ് മറികടക്കുമെന്ന് ആത്മവിശ്വാസത്തിൽ മത്സരിച്ച ഒരു മുന്നണി ഇപ്പോൾ ഘടകകക്ഷികളുടെ സഹായമില്ലെങ്കിൽ ഭരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവത്തിൽ മങ്ങലുണ്ടോ? നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട് സാറേ. അത് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ഈ കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണം നമ്മൾ കണക്കിലെടുത്താൽ ഒരിക്കലും ആ പ്രഭാവം മങ്ങി എന്ന് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷേ അത് എത്രമാത്രം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഭരണകാലത്ത് ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി എല്ലാവിധ മാർഗങ്ങളും ഉപയോഗിച്ച ഒരു സംഘടനാ സംവിധാനം ഇതിന് സമാനമായിട്ട് ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. എല്ലാ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും എത്തിച്ച ഒരു സർക്കാരാണ്. അതെ, ചെയ്ത കാര്യങ്ങൾ എത്താത്തത് കൊണ്ടാണ് വോട്ട് കിട്ടാത്തതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിനു മുമ്പ് ആരും ഇതിന്റെ പകുതിയോ അല്ലെങ്കിൽ 10-1 പോലും എത്തിക്കാൻ മറ്റു സർക്കാരുകൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അത്രത്തോളം പരസ്യവും മാധ്യമങ്ങളെയും എല്ലാം കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ആ സംവിധാനങ്ങളൊക്കെ ചെയ്തൊരു സർക്കാരാണ്. അതെ. അപ്പം എന്തായാലും സാറേ, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇവിടുത്തെ 2 കക്ഷികളും കോര പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ പരാജയം പരിശോധിക്കും എന്ന് പറയുന്നത്. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളുടെ നാട്ടില് ഭരണം ആര് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് നിഷ്പക്ഷമായി നിൽക്കുന്ന ജനങ്ങളാണ്. അതിൽ പാർട്ടി എന്ന് പറയുന്ന അനുഭാവികളല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവര് എവിടെ പരിശോധിക്കുമെന്നാ പറയുന്നത്? ഇതിൽ ഏത് കേരളത്തിലെ പരാജയം പരിശോധിക്കലല്ലോ നമ്മുടെ ഒരു വിഷയം. ദേശീയ തലത്തിൽ BJPക്ക് ഇതിൽ വലിയ വിജയം ഉണ്ടാവുമെന്നുള്ളൊരു അമിത ആത്മവിശ്വാസമോ ഒക്കെയാണ് പ്രധാനമന്ത്രി മുതൽ താഴെത്തട്ടിലുള്ള BJP പ്രവർത്തകർ വരെ പ്രകടിപ്പിച്ചിരുന്നത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടും, വേണമെങ്കിൽ ഭരണഘടന തിരുത്തുമെന്നൊക്കെ ചില നേതാക്കളൊക്കെ തന്നെ പറയുകയും ചെയ്തിരുന്നത് വിവാദമായെങ്കിലും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 2 ഘടകകക്ഷികളുടെ സഹായം, ഒരു ഘടകകക്ഷി വിട്ടാൽ ചിലപ്പോൾ സർക്കാർ മറിഞ്ഞു പോകാമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഘടകകക്ഷികളുമായിട്ട് നിൽക്കുമ്പോൾ സാറേ, ഇപ്പൊ ഈ പറയുന്ന NDA സഖ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ അതിനെ വിമർശിച്ചിട്ട് കാര്യമില്ലല്ലേ. അതിൽ അവർ നിന്നുകൊണ്ട് പരമാവധി അത് ചർച്ച ചെയ്തുകൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കാനാണ് പൂർണ്ണമായും സാധ്യമാണ്. അങ്ങനെ മുന്നണി ഭരണത്തിൽ അങ്ങനെയൊക്കെ സാധ്യമാണ്. ഞാനതല്ല പറഞ്ഞത്. ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയാതെ പോയത് മോദി പ്രഭാവത്തിന് മങ്ങലാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അല്ല, മങ്ങലെന്നുള്ളതല്ല. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലേക്ക് എത്തുമ്പോഴേ അവരവരുടെ ആശയങ്ങൾ പരസ്പരം എതിർ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരും ഉന്നയിക്കുമല്ലോ സാറേ. അപ്പോൾ അത് ജനങ്ങളെ കുത്തിനിറപ്പിച്ചുകൊണ്ട് ഒരു വൈരുദ്ധ്യമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഇബ്രാഹിം കുട്ടിയാണ് കളമശ്ശേരിയിൽ നിന്നും. ശ്രീ ഇബ്രാഹിം കുട്ടി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മോദി പ്രഭാവത്തിന് കഴിഞ്ഞ 2019-ലും 2014-ലും ഉണ്ടായിരുന്ന ഒരു മോദി പ്രഭാവം അത് ഇക്കുറി രാജ്യത്ത് ഉണ്ടായില്ലേ? ഈ കുറി രാജ്യത്ത് ജനങ്ങളെല്ലാം നല്ല ഒരു ഭരണം കാഴ്ചവെക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താണെന്ന് പറയും, നമ്മൾ എത്ര കോടി ജനം ഇന്ത്യയിലുണ്ട്, ആ അത്രയും കോടി ജനങ്ങൾ ഒരു ശുഭപ്രതീക്ഷയോട് കൂടിയാണ് ഇരുന്നത്. പക്ഷെ ഒരു വിഭാഗീയത ഉണ്ടാക്കി ഈ രാഷ്ട്രത്തെ മുറിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം എന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങളിലും വന്നു കഴിഞ്ഞപ്പോ ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലക്ക് എല്ലാം ലോകരാഷ്ട്രങ്ങളിലൊക്കെ സംഭവിച്ച എല്ലാം എന്താണ്. പക്ഷേ നമ്മൾക്ക് ഇവിടെ ജീവിച്ച്, നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇവിടെ ജീവിച്ച് അതേപോലുള്ള ഒരു ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ച സ്ഥലത്ത് വിദ്വേഷ പ്രസംഗങ്ങളും ഇതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തെ അടിച്ചമർത്തി. ഞാൻ ഇന്ന വിഭാഗം എന്ന് പറയുന്നില്ല. അത് അല്ലെങ്കിരുന്നെങ്കിൽ ഇനി 50 അല്ല 100 കൊല്ലം പുള്ളി ജീവിക്കട്ടെ, പക്ഷെ ചെയ്യുമായിരുന്നു. പക്ഷെ അതൊരു ഇതിൽ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ടോ? തൃശ്ശൂരിൽ നിന്നും ശ്രീ മോഹനാണ്. ശ്രീ മോഹനൻ, തൃശ്ശൂരിലെ BJPക്ക് കേരളത്തിൽ ആദ്യമായി ലോക്സഭയിൽ അക്കൗണ്ട് തുറന്നൊരു സ്ഥലം കൂടിയൊക്കെയാണ്. പക്ഷേ BJPക്ക് രാജ്യമാകമാനം അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ മോദി പ്രഭാവത്തിന് ഏതെങ്കിലും തരത്തിൽ മങ്ങൽ ഏറ്റതുകൊണ്ടാണോ അത്? മോദി പ്രഭാവത്തിന് യാതൊരു മങ്ങലും ഏറ്റിട്ടില്ല. കൂടുതൽ ശോഭയോടുകൂടി തന്നെ അദ്ദേഹം വരുന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെയല്ല, അതെന്താണ് താങ്കൾ അങ്ങനെ പറയുന്നത്? കഴിഞ്ഞ തവണ നേടിയ വലിയ ഭൂരിപക്ഷമൊക്കെ നേടിയ ഒരു പാർട്ടി ഇത്തവണ ഘടകകക്ഷികളുടെ സഹായത്തോടു കൂടി മാത്രം ഭരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ പ്രഭാവം മങ്ങിയില്ല എന്നൊക്കെ പറയുന്നത്. നമ്മുടെ നാട്ടിലെ കുറെ ജനങ്ങള് ഇപ്പോഴും വളരെ താഴ്ന്ന കടയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അവരിലൊക്കെ നുണകൾ കുത്തിവെച്ചിട്ടാണ് ഇപ്പൊ ഇത്ര കാലം അവർ EVM-നായിരുന്നു കുറ്റം പറഞ്ഞത്. ഇന്ന് ഈ ഇലക്ഷനിലും അവർ തോറ്റിരുന്നതെങ്കിൽ അവർക്ക് വിചാരിച്ച വോട്ട് കിട്ടിയില്ലെങ്കിൽ അവർ EVM-നാണ് കുറ്റം പറയുക. അതിനുള്ള തയ്യാറെടുപ്പ് വെച്ചു. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അതാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ നരേന്ദ്രമോദി കൊടിയേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ ഉത്സവം നടത്താനും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ കൂടെ
ഉത്സവത്തിന്റെ പ്രഭ മങ്ങിപ്പോയില്ലേ? കൊടിയേറ്റമൊക്കെ നടത്തി, ഞാൻ ഒറ്റയ്ക്ക് ഉത്സവം നടത്തുമെന്നൊക്കെ പറഞ്ഞ ആളുടെ പ്രഭ മങ്ങിപ്പോയില്ലേ? പ്രഭ നമുക്ക് എല്ലാ സമയത്തും ഒരേപോലെ നിൽക്കാൻ പറ്റുന്ന വരില്ലോ. എന്നിരുന്നാൽ കൂടി ഭരിക്കാൻ കഴിവുള്ള നല്ല ഭരണാധികാരിയാണ് അദ്ദേഹം. കഷ്ടിച്ച് കടന്നുകൂടിയെന്നല്ലേ പറയാൻ കഴിയും. ഇപ്പോ ബീഹാറിലെ നിതീഷ് കുമാറിനെ നീക്കാനായിട്ട് ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? അതൊക്കെ അവരൊക്കെ അവസരവാദ രാഷ്ട്രീയം കളിക്കാൻ നോക്കുന്നതാണ്. നിതീഷ് കുമാർ പോയിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് തന്നെ ഇവിടെ വരാനുള്ള പാർട്ടികളുണ്ട്. അതൊക്കെ അവസ്ഥയിലേക്ക് എത്തിയത് ബിജെപിക്ക് അങ്ങനെ ഒരു തിരിച്ചടി നേരിട്ടിട്ടല്ലേ? തിരിച്ചടി നേരിട്ടുള്ള 32 വോട്ടിന്റെ ഭൂരിപക്ഷം കുറവുള്ളൂ. ഇവർക്ക് ലഭിച്ചത് കോൺഗ്രസിന് എത്ര സീറ്റുണ്ട്? 99 സീറ്റല്ലോ. 400 സീറ്റിലേറെ നേടി ജയിക്കുമെന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ലല്ലോ. അവർ പറയുന്നത് ഞങ്ങൾ ഈ പാർട്ടികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് മാത്രം ഒരു ജയം ഉണ്ടാകുമെന്നല്ലേ അവർ പറഞ്ഞുള്ളൂ. അല്ലാതെ അവരൊറ്റയ്ക്ക് ഞങ്ങൾ ജയിക്കുമെന്നല്ലോ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഖാർഗെ പറഞ്ഞത് 295 സീറ്റ് കിട്ടുമെന്നല്ല പറഞ്ഞത്. 295 കിട്ടുമെന്ന് പറഞ്ഞത് ഇന്ത്യ മുന്നണിക്കാണ്. ഇന്ത്യ മുന്നണി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ലോ. കഴിഞ്ഞ തവണയൊക്കെ ഒറ്റയ്ക്ക് നേടുള്ള ഭൂരിപക്ഷം നേടിയില്ലേ ബിജെപി? അതിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയിരുന്നു, അത് സമ്മതിച്ചു. പക്ഷെ തിരിച്ചടിയല്ലേ ഇത്തവണ? നികത്താനായിട്ട് കഴിവുള്ള വ്യക്തിയാണ്, കഴിവുള്ള ഒരു മഹൽ വ്യക്തിയാണ് ഈ നരേന്ദ്രമോദി. അത് നിങ്ങൾക്ക് കാണാം. അത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. ഭൂരിപക്ഷമില്ലാത്ത സ്ഥലത്ത് പോലും മറ്റു പാർട്ടികളെയൊക്കെ അടർത്തി പൊക്കി ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതും ഭരണം ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അതല്ല വിഷയം. പക്ഷെ ഒറ്റയ്ക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. അതൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടി. ഇവർക്ക് ഇപ്പൊ ED കേസുകൾ കുറയുണ്ട്. അതിനുവേണ്ടി ഇവർ ഒന്നിക്കുന്നതാണ്. ഇവർക്ക് ED കേസുകളൊക്കെ പോകണം. ഇവർ അഴിമതി നടത്തി ജനങ്ങളുടെ കാശ് തിന്ന് നടന്നവർക്കൊക്കെ ഇപ്പൊ അവർക്ക് ഭരണം മാറാൻ വേണ്ടിട്ട് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലാണ്ട് അവർക്ക് വേറെ യാതൊരു പ്രതിബദ്ധത എടുത്തൊന്നുമല്ല. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ മാത്രം ഉപയോഗിക്കുന്നത് EDയുടെ കേസിന്റെ കണക്കൊക്കെ നോക്കിയാൽ നമുക്ക് പലപ്പോഴും ഇത് പ്രതിപക്ഷത്തിന് വേണ്ടി മാത്രമുള്ള ഇവര് അഴിമതി ആരുടെ പേരിൽ അഴിമതി ഇവർ കാണിക്കട്ടെ. കേജ്രിവാൾ പറഞ്ഞു, കേജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡൽഹിയിൽ ഭയങ്കര പിടുത്തം പിടിക്കുന്നു. എവിടെ കിട്ടി? 7 സീറ്റും BJP പിടിച്ചില്ലേ? കേജ്രിവാളിന് എന്ത് ചെയ്യാൻ പറ്റി? ഒന്നും ചെയ്യാൻ പറ്റില്ല കേജ്രിവാളിന്. അപ്പൊ ഇത്രയും യുപിയിൽ ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഖിലേഷ് യാദവ് കോൺഗ്രസും കഴിഞ്ഞ പ്രാവശ്യം സെപ്പറേറ്റ് നിന്നിരുന്നതാണ്. ഇപ്പൊ അവർ ഒരുമിച്ച് നിന്നു. പിന്നെ അയോധ്യ ക്ഷേത്രം വരുന്ന സ്ഥലത്തെ കാര്യം പറഞ്ഞു, സീറ്റ് പോയത്. അയോധ്യ ക്ഷേത്രം സീറ്റ് വരുന്ന സ്ഥലത്ത് അവിടെയുള്ളത് ഒരു പ്രത്യേക മതവിഭാഗമാണ്. ആ മതവിഭാഗം ഈ പ്രാവശ്യം അതിന്റെ പ്രാവശ്യം ജയിച്ച BJP. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഈ പ്രാവശ്യം അവർ സംഘടിതരായി. അത് നമ്മുടെ കേരളത്തിലും കണ്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം രാജീവ് ചന്ദ്രശേഖരൻ. അവിടെ പരാജയപ്പെട്ട ഈ പറയുന്ന സീറ്റുകളിലൊക്കെയും ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് പരാജയപ്പെട്ടത്, അല്ലല്ലോ? അവിടുത്തെ ഫാസിയാബാദ് എന്ന് പറയുന്നത് ബാബറി മസ്ജിദ് എന്ന സ്ഥലമല്ലായിരുന്നു. ഫൈസാബാദ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ബാബറി മസ്ജിദ് എന്ന സ്ഥലം തന്നെയാണ്. ഒന്നിച്ചു. ഞാൻ ചോദിച്ചാൽ അവിടെ മാത്രമല്ലോ പരാജയപ്പെട്ടത്. യുപിയിലെ നിങ്ങൾ അയോധ്യ എടുത്ത് പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. അല്ല, അയോധ്യ മാത്രമല്ല ചോദിച്ചത്. യുപിയിൽ പരാജയപ്പെട്ട യുപിയിലെ ഹിന്ദുക്കൾ വോട്ട് ചെയ്യാത്തത് കൊണ്ട് കൂടിയല്ലേ പരാജയപ്പെട്ടത്? യുപിയിലെ ഹിന്ദുക്കൾ വോട്ട് ചെയ്യാത്തതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു. അഖിലേഷ് യാദവും ഇവരും കൂടി ഒന്നിച്ചാണ്. ഞാൻ ചോദിച്ചത് യുപിയിൽ അഖിലേഷ് യാദവിനും കോൺഗ്രസിനും ഒക്കെ വോട്ട് ചെയ്യുന്നത് ഹിന്ദുക്കളല്ലേ? അപ്പോൾ യുപിയിലെ ഹിന്ദുക്കളെല്ലാം വോട്ട് കിട്ടുന്നുള്ള പ്രതീക്ഷ പറഞ്ഞിരുന്നു 2 ദിവസം മുമ്പ്. അയോധ്യയിൽ പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അയോധ്യയിൽ കിട്ടാത്തതിന്റെ കാരണം ഇതാണ്. മോദിക്ക് ആദ്യം തന്നെ വോട്ട് എണ്ണി തുടങ്ങിയപ്പോ കുറവ് കാണിച്ചു. ആ കുറവ് കാണിച്ച് നിങ്ങളെ ആ കോൺസ്റ്റിറ്റ്യുവൻസി നോക്കി നോക്കൂ. നമ്മൾ പറയുന്നത് തെറ്റുണ്ടോന്നുള്ളത്. അപ്പൊ ഇവിടെ ഒരു മതവിഭാഗം താങ്കൾ അങ്ങനെ പറയരുത്. യുപിയെ സംബന്ധിച്ച്, യുപിയിലെ ഈ പറയുന്ന വാരണാസിയെ സംബന്ധിച്ച് അവിടെ മുസ്ലിം മതവിഭാഗം N ബ്ലോക്കായി നിന്ന് മറിച്ച് വോട്ട് ചെയ്താലും ഈ ഭൂരിപക്ഷമല്ല ലഭിക്കേണ്ടത്. അങ്ങനെയല്ല വരേണ്ടത്. അവിടെ നിന്ന് ഒരു ഘട്ടത്തിൽ പിന്നിൽ പോകുന്ന അവസ്ഥ ഉണ്ടായില്ലേ? കാരണം ഇത് തന്നെയാണ്. പിന്നെ ഒരു കാരണം അഖിലേഷ് യാദവും ഇവരും തമ്മിലുള്ള കൂട്ടുകെട്ട്. അത് സംബന്ധിച്ച് ആ അഖിലേഷ് യാദവിനും ഒക്കെ ചെയ്തത് ഈ അയോധ്യ ഉണ്ടാക്കിയതുകൊണ്ട്, അയോധ്യയിൽ ക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ തിരിച്ചടി നേരിട്ടതല്ലേ? അതല്ലാതെ അതിന് മുമ്പ് ഉണ്ടായിരുന്നത് പോലും നേടാൻ കഴിഞ്ഞില്ലല്ലോ. ഒരു തിരിച്ചടി നേരിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളല്ലേ ഉള്ളത് ഈ രാജ്യത്ത്. അപ്പൊ ഹിന്ദുക്കൾക്ക് ഇത് നേരിടുന്നത് അതല്ല. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഒരു മിനിറ്റ് നമുക്ക് സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിലേക്ക് പോയിട്ടുണ്ട്. അല്ലാത്തവരും അവരുടെ ഇഷ്ടത്തിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരുമെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമാണ്, വോട്ടേഴ്സിന്റെ ഭാഗമാണ്. അവരുടെ എല്ലാം തൃപ്തിയിലേക്ക് എന്റെ ഉത്തരവാദിത്വം, അത് ഭാരമാണെങ്കിൽ അത് അവരുടെ തൃപ്തിയിലേക്ക് ഇറക്കി വെക്കാൻ സാധിക്കണം. അതിന് ജഗദീശ്വരന്റെ വലിയ അനുഗ്രഹം ഉണ്ടാവണേ, ഇതിലും വലിയ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് മാത്രമാണ്. ഞാൻ ഈ 5 വർഷം വെറുതെ വൈലവേ ചെയ്ത് കളയാനായിട്ട് എനിക്ക് താല്പര്യമേ ഇല്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് പോലും ഇവിടുത്തെ ചിന്തകളും ഇവിടത്തേക്ക് വേണ്ടുന്ന മുന്നോട്ടുള്ള കുതിപ്പല്ലെങ്കിൽ പോലും ഒരു
ഒരു മൂവ്മെന്റിനുള്ള എല്ലാ ചിന്താശക്തിയും പ്രവർത്തന ശക്തിയും, ആ പ്രവർത്തന ശക്തിയുടെ പേരിൽ ഒരു വലിയ പ്രവർത്തന മികവ്, ഇതെല്ലാം എനിക്ക് 5 വർഷത്തിനുള്ളിൽ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിർവഹിക്കാൻ സാധിക്കണം. തൃശ്ശൂരിലൊരു കേന്ദ്രമന്ത്രി എന്നായിരുന്നു. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ഞാൻ അന്നും പറഞ്ഞില്ലേ, ഇതൊക്കെ ജെയ്സണൊക്കെ കേട്ടതല്ലേ, നിങ്ങൾ കേട്ടില്ലേ? അല്ല, ഡൽഹിയിലേക്ക് പോകുന്നു അഞ്ജുരാജും നിഖിലും ഒക്കെ എല്ലാവരും കേട്ടതല്ലേ? എന്താ ഞാൻ പറഞ്ഞത്? തൃശ്ശൂർ ഒരു കേന്ദ്രമന്ത്രി കിട്ടുമോ? ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതല്ലേ, ഇനിയും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, നമ്മുടെ ഒരു ആഗ്രഹമാണ്. എന്റെ ആഗ്രഹം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് നടക്കട്ടെ. അല്ല, നിരവധി വലിയ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മെട്രോ നീട്ടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണ്? അല്ല, അതിന്റെ എല്ലാം സാധ്യത ഇനി സാങ്കേതികത പരിശോധിച്ച് അതിന്റെ ഫീസിബിലിറ്റി ഇതെല്ലാം പഠിക്കണം. അത് അവർ പഠിക്കണം. നമ്മൾ നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമായാൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വളർച്ച, അതുവഴി നമുക്ക് ഒരു FDI വന്നു കഴിഞ്ഞാൽ, അതല്ലാതെ തന്നെ ഇവിടെ ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാംസിനൊക്കെ എങ്ങനെയാണ് ഒരു ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക്, ഒരു ഫ്ലറിഷിംഗ് ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഭയങ്കര ഡിവൈൻ ലോജിസ്റ്റിക്സ് വന്ന് ചേരാൻ പോകുന്നത് എന്ന് പറയുന്ന ടെക്നിക്കൽ സ്റ്റഡി അവർ നടത്തി അത് ഫീസിബിൾ ആണെങ്കിലാണ് അവർ അതിനുവേണ്ടി പിന്നെ നമുക്ക് സമ്മതം തരികയും അത് നടപ്പിലാക്കുകയും ചെയ്യും. വീട്ടമ്മമാരുടെ വോട്ടാണ് നമുക്ക് ഗുണമായതെന്ന് പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേക വീട്ടമ്മമാര്, ചെറുപ്പക്കാർ, ആ വീട്ടമ്മമാരുടെ ഇംഗിതം അറിഞ്ഞ് അവരുടെ കെട്ടിയന്മാര്, അല്ലേ, അപ്പന്മാര്, എല്ലാവരും സർക്കാർ വിരുദ്ധ വികാരം വോട്ടായി മാറിയിട്ടുണ്ടോ? ഞാൻ പറയുന്ന മറിയക്കുട്ടിയെ പോലെ പെൻഷൻ കിട്ടാത്ത ആളുകൾ ഒത്തിരി പേര്. അത് നമ്മളെ പോലുള്ള ഒരാള് 5 പേരുടെ കാര്യം ഏറ്റെടുത്താൽ ഇതിന് സൊല്യൂഷനാണ്. അതുകൊണ്ട് നമ്മൾ സർക്കാരിന് ആശ്വാസം കൊടുക്കുകയൊന്നുമല്ല, ആ സർക്കാരിന്റെ നടപടിയെ ജനങ്ങൾ ചോദ്യം ചെയ്തുകൊള്ളു. ഞാനതല്ലേ ചെയ്ത്. തൃശ്ശൂർ സ്ഥിരതാമസമാകുമോ? 5 വർഷം സ്ഥിരതാമസം പോലെ തന്നെയായിരിക്കും. കാരണം ഞാൻ ഒരിക്കലും എന്റെ അപ്പനെയും കളഞ്ഞിട്ട് ഇറങ്ങത്തില്ല. അത് വേണമെന്നില്ല. ഏറ്റെടുത്ത സിനിമകളുണ്ടാവും. ഞാൻ ഇവിടെ തെരഞ്ഞെടുക്കപ്പെടാതെ ഇവിടുന്ന് എന്നെ എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞയച്ചപ്പോൾ ഞാനിവിടെ എടുക്കാൻ വേണ്ടി ഞാൻ നിന്നില്ല. അതിന്റെ കൂലിയായിപ്പോ കിട്ടിയത്. സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് കേട്ടത്. എന്തായാലും ശരി ശരി ശരി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 8 പൊതുവേദി തുടരും. ഉണ്ടായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ മോദി പ്രഭാവം മങ്ങിയോ എന്നുള്ള വിഷയമാണ് ന്യൂസ് 8 പൊതുവേദി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് നിന്നും പ്രവീൺ കൂടി ചേരുന്നുണ്ട്. പ്രവീൺ, 400 മേൽ വിജയമൊക്കെ അവകാശപ്പെട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒടുവിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത ഘടകകക്ഷികളുടെ സഹായത്തോടു കൂടി മാത്രം ഭരിക്കാൻ കഴിയുന്ന ഭൂരിപക്ഷത്തിലേക്ക് താഴ്ന്നു NDA. മോദി പ്രഭാവം മങ്ങിയതാണോ കാരണം? സാർ, അതെങ്ങനെയാ മോദി പ്രഭാവം മങ്ങിയെന്ന് പറയാൻ സാധിക്കുന്നത്? കഴിഞ്ഞ തവണ നേടിയത് 2014 നേടിയ വിജയം നേടാൻ കഴിഞ്ഞില്ലെന്ന് പറയേണ്ടി വരില്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ ഇന്ത്യ സഖ്യം 250+ അല്ലെങ്കിൽ 270+ പിടിച്ച് ഭരണത്തിലേക്ക് വരേണ്ടതല്ലേ? അങ്ങനൊരു മോദി പ്രഭാവം അങ്ങനെയല്ലല്ലോ. കഴിഞ്ഞ തവണ BJP ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടി, 300 മറികടന്നു. ആ ഒരു ഇത്തവണ 400 മറികടക്കും, 370 BJP ഒറ്റയ്ക്ക് മറികടക്കും, 400 മറികടക്കും എന്നൊക്കെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. പാർട്ടിയുടെയും ലക്ഷ്യം തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും, അതൊക്കെ സംഭവിച്ചു. പക്ഷേ BJPക്കാർക്ക് അവസാന നിമിഷം വരെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം 300 മറികടക്കുമെന്നല്ലേ? 295 എന്നതാണ് കോൺഗ്രസിന്റെ 295 എന്നതാണ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇല്ല, പക്ഷേ ഇത് 400+ പറഞ്ഞെടുത്ത് 300 പോലും എത്താൻ കഴിയില്ല. 100 സീറ്റിനേക്കാൾ താഴെയാണ്. പാർട്ടി പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ പ്രഭാവം മങ്ങിയതുകൊണ്ടല്ലേ? പഴയ പ്രഭാവം ഉണ്ടായിരുന്നെങ്കിൽ പഴയ വിജയം ഉണ്ടാകുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. അത് പാർട്ടി അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഈ മോദി പ്രഭാവം മങ്ങി എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. BJPക്ക് കുറച്ച് സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ട്, അത് ഇല്ല എന്ന് ഒരിക്കലും പറയത്തില്ല. UP അങ്ങനെയുള്ള കുറച്ച് സംസ്ഥാനങ്ങളിൽ. പക്ഷേ ഈ നേട്ടങ്ങളൊന്നും നിങ്ങൾ എടുത്തു പറയുന്നതുമില്ല. ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ട് താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു വന്ന കാര്യവും, പിന്നെ ആദ്യമായിട്ടൊരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിട്ട് BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചു വന്നതും, ഇതൊന്നും നിങ്ങൾ എടുത്ത് പറയുന്നില്ല.
അപ്പൊ ഇതൊന്നുകൊണ്ടും മോദിയുടെ പ്രഭാവം നഷ്ടപ്പെട്ടു എന്നൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല. ശരി, ആകെ ഈ പറയുന്ന ഈ 2 ദിവസത്തിനുള്ളിൽ ഒരാളിന്റെ BJP-യുടെ സീറ്റ് നിലയിൽ വർധനവുണ്ടായിരുന്നെങ്കിൽ, BJP അല്ലെങ്കിൽ കഴിഞ്ഞ അവിടുത്തെ സീറ്റൊക്കെ നിലനിർത്തിയിരുന്നെങ്കിൽ നമുക്ക് വർധനവുണ്ടായെങ്കിൽ മോദി പ്രഭാവം വർദ്ധിച്ചുവെന്നും, അല്ലെങ്കിൽ നിലനിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ മോദിയുടെ പ്രഭാവത്തിന് മങ്ങലേറ്റിട്ടില്ല എന്നും, കുറഞ്ഞുമ്പോൾ മങ്ങലേറ്റു എന്നുമല്ലേ പറയാൻ കഴിയൂ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ പ്രതികരണം അങ്ങനെ. എന്തായാലും ന്യൂസ് 18 പൊതുവേദി ഇന്ന് വളരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസമായതുകൊണ്ട് തന്നെയാണ് വളരെ വിശാലമായി തന്നെ 1 മണിക്കൂർ സമയമെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതികരണ പരിപാടി നടത്തിയത്. ഭൂരിപക്ഷം പ്രേക്ഷകരും മോദി പ്രഭാവത്തിൽ മങ്ങലുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായത്. ചില പ്രേക്ഷകരെങ്കിലും അങ്ങനെയല്ല, മോദി പ്രഭാവത്തിൽ മങ്ങലേറ്റിട്ടില്ല, മോദിക്ക് തന്നെയാണ് ഇപ്പോഴും വിജയം ഉണ്ടാകുന്നതെന്നും താൽക്കാലികമായ തിരിച്ചടി മാത്രമാണ് ഇപ്പോഴും ഉണ്ടായതെന്നും ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നും പ്രതീക്ഷ പങ്കിട്ടവരുമുണ്ട്. സ്വാഭാവികമായും രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രേക്ഷകരുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, രാഷ്ട്രീയത്തിനനുസരിച്ചുള്ള അഭിപ്രായങ്ങളും നിഷ്പക്ഷരുടെ അഭിപ്രായങ്ങളും ഒക്കെ എന്തായാലും വന്നിട്ടുണ്ട്. എന്തായാലും നാളെയും 4:30 ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. നിലനിർത്താൻ ആവശ്യം